ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചെറിയൊരു കൃഷിത്തോട്ടം, ടെറസും പുറത്തുള്ള കൃഷിത്തോട്ടമാണ്. കാണുന്നുണ്ടോ? ചെറുതായിട്ട് വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം. ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഞാൻ കുറച്ച് ദിവസമായി. അപ്പോൾ നമുക്ക് ഉച്ച ഊണിന് എന്തെങ്കിലും ഒരു ഐറ്റം ഇതിൽ നിന്ന് ഒപ്പിക്കണം. അതിനുള്ള തയ്യാറെടുപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്താ സുഹൃത്തുക്കളെ ഇങ്ങനെ? നമ്മളെല്ലാം ഫ്രണ്ട്സ് ആയി കഴിഞ്ഞില്ലേ? ഒന്നുമില്ലെങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സുഹൃത്തുക്കളെ? ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, കുടങ്ങല്ലി മുളക് അഥവാ ഉണ്ടമുളക്, പല സ്ഥലത്ത് പല പേരാ പറയുന്നത്. ഉണ്ടോ? പഴുത്ത് കിടക്കുക. ഒത്തിരി ദിവസമായി ഇതിൻ്റെ മുകളിൽ വന്നിട്ട്. ചിലർ കണ്ട പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇപ്പം പൊട്ടിച്ചൊഴിച്ച് അതിലൊരടി അടിച്ചാൽ പഴങ്കഞ്ഞി അറിയാതെ വയറ്റിനകത്ത് പോയി ഇച്ചിരി ചക്കയും ഇച്ചിരി ഇടച്ചേറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരു നമ്മുടെ ചെറിയ കണ്ടോ നീലക്കത്തിരി, അതിലുണ്ട് ഒരു വിഴുക്ക് വെട്ടിക്കുള്ള സാധനമുണ്ട്. ഇതിലുമുണ്ട് ഉണ്ട്. പയറെല്ലാം പടർന്ന് വരുന്നുണ്ട്. പയറ് പയറ് പയറ്. ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഒത്തിരി നാളായി. അതാ എല്ലാം പായലേറി കിടക്കുക. തെന്നിയാൽ മൂട്ടിലേക്ക് പോകും ഞാൻ. വേറൊരു ഐറ്റം ഉണ്ട് സുഹൃത്തുക്കളെ, വഴുതലം. വഴുതലിങ്ങുണ്ട്. അപ്പോൾ ഇതാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം ഉച്ച ഊണ് നമ്മൾ എടുക്കണം. ഇന്നത്തെ ഉച്ച ഊണ് നമുക്കപ്പോൾ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയത്. ഇതിനെ ഇനി ഒന്ന് വിഴുക്ക് വരട്ടിയെടുക്കാം. 2 മതി. പിന്നെ അതിൻ്റെ കൂടെ കുടങ്ങല്ലിയും കൂടെ. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. നമുക്കിതിനെ അരിയാം. ഇങ്ങനെയല്ല ഇടുന്നേ, ഇത് വെറൈറ്റി ആയിട്ട് ചെയ്യാം. പക്ഷെ ഇതിപ്പോൾ ഞാൻ എൻ്റെ സമയത്തിന് വേണ്ടി ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ്. ഇതെങ്ങനെ വേണോ എടുക്കാം. ഇത് ഒത്തിരി മുറ്റിയതല്ല, പ്രത്യേകിച്ച് വേറെ വളമൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മുടെ പറമ്പിൽ തന്നെ അല്ലേ. നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇത് വച്ച് കഴിഞ്ഞ് ഇതെങ്ങനെ ഇരിക്കും നമ്മുടെ ഒന്ന് അറിഞ്ഞാൽ ഗുഡായിരിക്കും. അത് നോക്കാം. അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു 3-4 കുടങ്ങല്ലിയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് എടുത്ത് ഇനി ചീനിച്ചട്ടി വയ്ക്കുക. ചീനിച്ചട്ടി വെച്ചു. ഇതിൽ നിന്ന് ചൂടായി വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. ഇച്ചിരി എണ്ണ ഒഴിച്ചു. എണ്ണയെല്ലാം ഞാൻ പാം ഓയിലാണ് എടുത്തേ. കഴിഞ്ഞ് എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മുടെ ഐറ്റം, സൂപ്പർ ബഡ ഐറ്റം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇതിനകത്ത് വേറെ ഒന്നും ഇപ്പം ചേർത്തില്ല. ഇനി ഐറ്റങ്ങൾ വരുന്നേ ഉള്ളൂ. നമ്മുടെ കുമ്മിള് പോലെ നല്ലതായിട്ട് വരും എന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുക. സാധാരണ ഞാനല്ല പാചകം. ഇതിന്ന് ഉച്ച ഊണിന് ഒരു വെറൈറ്റി ഐറ്റം ആയിക്കോട്ടെ എന്ന് കരുതി നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ കാണുമെന്നറിയാം. എന്നാലും നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് സ്വന്തമായി കൃഷി ചെയ്ത് കിട്ടുന്ന സാധനം ചെയ്തെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇച്ചിരി ഉപ്പ്,
ഇത്തിരി മഞ്ഞൾപ്പൊടി. ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിഞ്ഞുകൂടാത്ത പരിപാടിയാണ്, എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇനി അതിനെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി അടുത്ത് വയറ്റിലേക്ക് ആക്കുന്ന രംഗമാണ്. അത് നമുക്ക് ഉടനെ കാണാം. ഇപ്പോഴേ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പാനും എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് മാറ്റി ചെയ്തോളാം. അപ്പോഴ് അത് മോനോട് ഇടയ്ക്ക് കാര്യം പറഞ്ഞതാ. അപ്പോൾ ചോറ്, തൈര്, ഇച്ചിരി ചമ്മന്തി, ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം, നമ്മുടെ സ്വന്തം ഐറ്റം മെഴുക്ക് വരട്ടി, കുടനെല്ലി മുളകും കൂടെ ഒന്ന് ഉടച്ച് കണ്ടോ. എന്താ മണം. എല്ലാം കൂടെ വെച്ച് ഒരു പിടി പിടിച്ച് നോക്കട്ടെ. സൂപ്പർ ഐറ്റം സുഹൃത്തുക്കളെ, സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യുക. ആടിപ്പൊളി. ബൈ.